പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കേരളം വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളെ അധികരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ടൈറ്റിൽ ഞാൻ ഇട്ടിട്ടുള്ളത് VD സതീശൻ റീത്ത് വെക്കുന്നത് ആരുടെ മേലെയാണ് എന്നുള്ളതാണ്. ഇപ്പം കേരളത്തിൽ ആരോഗ്യമേഖലയിൽ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ അടിസ്ഥാന സൗകര്യ മേഖലയിലെല്ലാം വലിയ വികസനം നടക്കുന്ന കാലയളവാണ്. മാത്രമല്ല, പ്രത്യേകിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ വികസനം എന്നുള്ളത് പൊതുമേഖലയിലാണ് വിപുലമായി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് പുസ്തക സേവനങ്ങൾ കുറച്ചുകൂടി ഈസി ആക്സസിബിൾ ആവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ കാലത്ത് നമ്മുടെ സേവന മേഖലകളെല്ലാം തന്നെ പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളം പൊതുമേഖലയെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, പൊതുജനങ്ങൾക്ക് ആ സേവനം സൗജന്യ നിരക്കിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത്. ഇപ്പം കഴിഞ്ഞ 10 വർഷത്തിലെ നമ്മുടെ അനുഭവം നമ്മുടെ കണ്ണിൻ്റെ മുന്നിലുണ്ട്. അപ്പം ഞാനതിൻ്റെ വേറൊരു സൈഡ് പറയാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം VD സതീശനും അദ്ദേഹത്തിൻ്റെ അനുയായികളും കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ അപമതിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ പിറകിലുള്ള അവരുടെ സ്ഥാപിത താല്പര്യം എന്താണ് എന്ന് നമ്മൾ യുക്തിഭദ്രമായി മനസ്സിലാക്കുകയാണ് ഇവിടെ വേണ്ടത്. ഒരു ഭാഗത്ത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വ്യാപകമായ കോർപ്പറേറ്റ് വൽക്കരണം നടക്കുന്നുണ്ട് എന്നത് എത്ര പേർ തിരിച്ചറിഞ്ഞു എന്ന് എനിക്കറിയില്ല. പ്രധാനമായിട്ടും കേരളത്തിലെ സ്വകാര്യ വൻകിട ആശുപത്രികൾ, കിംസ് പോലെ, ബേബി മെമ്മോറിയൽ പോലെ, മൈത്ര പോലെ, ഇങ്ങനെയുള്ള വൻകിട ആശുപത്രികൾ, ആ ആശുപത്രികളെല്ലാം അമേരിക്കൻ കുത്തകകൾ വാങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിച്ചു എന്നറിയില്ല. ഇപ്പം KKR ഗ്രൂപ്പാണ്, KKR ആൻഡ് കോയിൻ USA ബേബി മെമ്മോറിയലിൻ്റെ 70% ഓഹരി 2500 കോടിക്കാണ് അവർ കൈയടക്കിയത്. മൈത്ര ഹോസ്പിറ്റലിൻ്റെ 1100 കോടിക്കാണ് മൈത്ര ഹോസ്പിറ്റലിൻ്റെ ഓഹരികൾ അവർ കൈയടക്കിയത്. തിരുവനന്തപുരത്തുള്ള കിംസ് ഹോസ്പിറ്റലിൻ്റെ 80% ഓഹരി 3300 കോടി ഉറുപ്പികയ്ക്ക് അമേരിക്കയിലെ ബ്ലാക്ക് സ്റ്റോൺ ഇൻക് എന്ന കോർപ്പറേറ്റ് കൈയടക്കിയത്. അപ്പോൾ അതുപോലെ ഇടുക്കിയിലെ മറ്റൊരു ചായ്ക്കാട്ട് ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലിൻ്റെ ഓഹരി ഈ KKR ഗ്രൂപ്പ് തന്നെയാണ് കൈയടക്കിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ സ്വകാര്യ വൻകിട ആശുപത്രികളുടെ ഉടമസ്ഥാവകാശം അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനികളിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല ദുർബലമാകുക എന്നുള്ളത് ഇവർക്ക് ആവശ്യമാണ്. അതിൻ്റെ ചില സിംറ്റംസ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില ഡാറ്റകളുണ്ട്. ആ ഡാറ്റകൾ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഒന്ന്, കേരളത്തിൽ 2021-26 കാലത്തിൽ 1300 ക്ലിനിക്കുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലുള്ള ക്ലിനിക്കുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം അവരുടെ വർദ്ധിച്ചു വരുന്ന ഓപ്പറേഷണൽ കോസ്റ്റ്, അതേപോലെ മിനിമം വേജസ്, തൊഴിലാളികൾക്ക്, ഡോക്ടർമാർക്ക്, മറ്റേ ആരോഗ്യ പ്രവർത്തകർക്ക് മിനിമം വേജസ് ലഭ്യമാക്കാനുള്ള പ്രശ്നങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ഈ അമേരിക്കൻ കുത്തകളെ പോലുള്ള വൻകിടകൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആശുപത്രി വികസനവും സ്വകാര്യ മേഖലയിലുള്ള ഇത്തരം എക്സ്പാൻഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഷൻസ് ഇവരെ ചെറുകിട ക്ലിനിക്കുകളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇതാണ് ഒരു സൈഡിൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് നമ്മൾ കാണുന്നത്. മറു സൈഡിൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എങ്ങനെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
അപ്പോൾ അതുകൊണ്ട് തന്നെ സതീശനെ പോലെയുള്ള ആൾക്കാർ സത്യത്തിൽ ആരുടെ പക്ഷം ചേർന്നാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അല്ലെ ആരുടെ താല്പര്യത്തിനാണ് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ള ഇതിൽ വ്യക്തമാണ്. അപ്പോൾ ഇവർ ഉന്നയിക്കുന്ന എന്താണ്? ചികിത്സാ പിഴവിലുള്ള കുറേ പ്രശ്നങ്ങളാണ് ഇവർ ഈ അടുത്ത കാലത്തായിട്ട് ഉന്നയിക്കുന്നത്. അതും നമുക്ക് വസ്തുതാപരമായിട്ട് പരിശോധിക്കേണ്ടത്. മേഘനാഥ് എന്നീ എന്നുള്ള കാര്യങ്ങളെയൊക്കെ സഗൗരവം നോക്കിക്കാണുന്ന ഒരു സാമൂഹിക വിമർശകനാണ്. അദ്ദേഹം ഒരു കണക്ക് കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. 2023-24 സർക്കാർ ആശുപത്രിയിൽ, കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നേടിയ ആൾക്കാരുടെ എണ്ണം 11.29 കോടിയാണ്. അതിൽ ചികിത്സാ പിഴവ് മൂലമുള്ള പരാതികൾ ആകെ വന്നിട്ടുള്ളത് 47 എണ്ണമാണ്. നോക്കണേ, ആ സംഖ്യ തമ്മിൽ വ്യത്യാസം നോക്കണം. 11.29 കോടി ആൾക്കാരാണ് 2023-24 കേരളത്തിലെ പൊതു ആശുപത്രിയിൽ ചികിത്സ നേടിയത്, സർക്കാർ ഉടമസ്ഥയുള്ള ആശുപത്രിയിൽ ചികിത്സ നേടിയത്. അതിൽ ചികിത്സാ പിഴവ് കേവലം 47 ഇതിൽ 26 മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ ഒരു ദേശീയ ശരാശരി അല്ലെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെടുത്താൽ പ്രതിവർഷം 52 ലക്ഷം പരാതികൾ ഉണ്ടാകുന്നുണ്ട് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സിൽ. അതിൽ ചികിത്സാ പിഴവ് മൂലമുള്ള വർഷത്തിൽ 98,000 മരണം നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതിൽ മഹാഭൂരിപക്ഷവും ശസ്ത്രക്രിയാ പിഴവാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ പരാതി ഉള്ളത് പഞ്ചാബാണ്, 24% അവിടെ ചികിത്സാ പിഴവ് പരാതി. വെസ്റ്റ് ബംഗാളിൽ അത് 17%, മഹാരാഷ്ട്രയിൽ അത് 16%, തമിഴ്നാട്ടിൽ അത് 15%, കേരളത്തിൽ വെറും 5% ഈ പരാതികൾ. അതായത് കേരളത്തിൽ വരുന്ന പരാതികളിൽ 92.64% സ്വകാര്യ ആശുപത്രികളായി ബന്ധപ്പെട്ടാണ്. സർക്കാർ മേഖലയിൽ അത് 7.36%. അപ്പോൾ സതീശനും കൂട്ടരും നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ നെഞ്ചത്ത് വെച്ച റീത്ത് സത്യത്തിൽ മലയാളിയുടെ നെഞ്ചത്താണ് വെക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. കാരണം കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയെ അപകീർത്തിപ്പെടുത്തുകയും അത് തകർക്കുകയും തന്മൂലം സ്വകാര്യ കോർപ്പറേറ്റ് പ്ലെയർമാർക്ക് ഇവിടെ ആരോഗ്യ മേഖലയിൽ ശക്തമായ സാന്നിധ്യമായിട്ട് വീണ്ടും ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യമാണ് സതീശനും കൂട്ടരും. വലതുപക്ഷ രാഷ്ട്രീയ സ്വാഭാവികമായിട്ട് എന്താണ്, സ്വകാര്യ കുത്തകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, അവരുടെ രാഷ്ട്രീയമാണ്. അവരവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി ആണ് നിൽക്കുന്നത്. പക്ഷെ സാധാരണക്കാരനായ മലയാളി മറക്കാതിരിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ വെൽഫെയർ പോളിസീസ് അതിശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ് തകർത്തുകൊണ്ട് നിങ്ങൾ ഏത് വലതുപക്ഷ ഗവൺമെൻറ്റിനാണ് ഇവിടെ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഏത് പോളിസി, ഇത്തരം വലതുപക്ഷ പോളിസികൾ പിന്തുടരുന്ന ഗവൺമെൻറ്റിനെയാണോ നിങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഈ ജനക്ഷേമ പദ്ധതികളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ കട്ട്രോഡ് മുതലാളിത്തത്തിൻ്റെ കരാളഹസ്തത്തിൽ അമരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇത് മലയാളിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം ആണ് ഈ നിയമസഭാ ഇലക്ഷനിൽ നമ്മുടെ മുന്നിലുള്ളത്. അവിടെയാണ് നമ്മൾ യുക്തിപൂർവ്വം ചിന്തിക്കേണ്ടത്. ഗുഡ് ബൈ.